നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച വൈകുന്നേരമാണ്. നമ്മുടെ പ്രിയപ്പെട്ട നിരവധി താരങ്ങൾ ഈ പുരസ്കാര ലബ്ധിയുടെ ആഹ്ലാദത്തിലും മറ്റുമാണ്. നമുക്ക് അതൊക്കെ തന്നെ വിശദമായി കാണണം. കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മണിക്കൂറാണ്. നമുക്ക് വിശദമായി തന്നെ എല്ലാം പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അവാർഡ് തിളക്കത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ. മമ്മൂട്ടി വീണ്ടും സംസ്ഥാനത്തെ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 8ാം തവണ ഈ മലയാള പുരസ്കാര ചലച്ചിത്ര മേഖലയിൽ ഏറ്റവും കൂടുതൽ മികച്ച നടനുള്ള പുരസ്കാരം നേടുന്ന വ്യക്തി എന്ന ഒരു ബഹുമതി കൂടി അല്ലെങ്കിൽ റെക്കോർഡ് കൂടി മമ്മൂട്ടിക്ക് ഈ അവാർഡ് ലബ്ധിയോടുകൂടി ലഭ്യമായിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. മമ്മൂട്ടി വീണ്ടും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 8ാം തവണയാണ് അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച നടിയായി ഷംല ഹംസ, ഫെമിനിറ്റി ഫാത്തിമയുടെ അഭിനയത്തിനാണ് ഷംല മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച നടന്മാർക്കുള്ള പ്രത്യേക പരാമർശം 2 പേർക്ക് ലഭിച്ചിരിക്കുന്നു. ടൊവിനോ തോമസിനും ആസിഫ് അലിയും ഇതിന് അർഹരായിരിക്കുന്നു. മികച്ച നടിക്കുള്ള പ്രത്യേക പരാമർശം ദർശന രാജേന്ദ്രനും ജ്യോതിർമയ്ക്കും ലഭിച്ചിരിക്കുന്നു. അങ്ങനെ അവാർഡുകൾ സ്വന്തമാക്കിയ നമ്മുടെ പ്രിയ താരങ്ങൾ അവരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി 8ാം തവണയാണ് ഈ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കുന്നത്. ഭ്രമയുഗത്തിൽ മികച്ച പ്രകടനത്തിനാണ് കൊടിമൺ പോറ്റിയായി വന്ന് മലയാള സിനിമയിൽ എക്കാലത്തെയും മികച്ച ഒരു കഥാപാത്രത്തിലൂടെയാണ് മമ്മൂട്ടി വീണ്ടും ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. ഫെമിനിറ്റി ഫാത്തിമയിലെ അഭിനയത്തിനാണ് ഷംല ഹംസ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ജനപ്രിയ ചിത്രം പ്രേമലു ആണ്. നമുക്കറിയാം, വലിയ ജനപ്രീതി നേടിയ ചിത്രമായ പ്രേമലു ആ ഇനത്തിൽ തന്നെ അവാർഡിന് അർഹമായിരിക്കുകയാണ്. 200 കോടി ക്ലബിൽ കയറി മുന്നേറിയ മഞ്ഞുമൽ ബോയ്സിന് 10 പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നു. പുരസ്കാര നേട്ടത്തിൽ മഞ്ഞുമൽ ബോയ്സ് മറ്റ് സിനിമകളെ പിന്തള്ളിയിരിക്കുന്നു. 10 പുരസ്കാരങ്ങളാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചിരിക്കുന്നത്. ഈ 200 കോടി ക്ലബിൽ കയറിയ മഞ്ഞുമൽ ബോയ്സ് ഈ പുരസ്കാര നേട്ടത്തിലും ആ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു. 10 പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നതാണ്. കരിയറിൽ വലിയ ഒരു നേട്ടം വേടന് സ്വന്തമായിരിക്കുന്നു. മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം വേടന് സ്വന്തമായിരിക്കുകയാണ്. വ്യക്തിപരമായി മറ്റ് ചില തിരിച്ചടികൾ നേരിടുന്ന ഘട്ടത്തിൽ പുരസ്കാര ലബ്ധിയിലൂടെ വേടൻ വലിയൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. മികച്ച ഗാനരചയിതാവായി വേടൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട അവാർഡുകളാണ്. നമുക്ക് എന്തായാലും ഓരോ പ്രതികരണങ്ങൾ കൂടി കാണാം. മമ്മൂട്ടി, നമുക്കറിയാം, അദ്ദേഹത്തിന്റെ 5 പതിറ്റാണ്ട് പിന്നിട്ട അഭിനയ കരിയറാണ്. അതിൽ 8ാം തവണ അദ്ദേഹത്തിന് പുരസ്കാരം സ്വന്തമാവുകയാണ്. സിനിമയാണ് മമ്മൂട്ടി എന്ന നടന്റെ ഊർജം. അദ്ദേഹം എല്ലാം സിനിമയിലൂടെയാണ് സ്വന്തമാക്കുന്നത്. സിനിമയ്ക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതമാണ് മഹാനടനായ മമ്മൂട്ടിയുടേതെന്ന് നമുക്ക് പറയാം. എന്തായാലും ഈ നീണ്ട കാലയളവിൽ അദ്ദേഹം വളരെ ചെറിയ ഒരു ഇടവേള ഇക്കാലത്ത് എടുക്കുകയുണ്ടായി. അത് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് എടുത്ത ഇടവേളയാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കൊച്ചിയിൽ തിരിച്ചെത്തിയത്. ആ ഒരു ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ, ചെറിയൊരു ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് വീണ്ടും ലഭിക്കുന്നു. അത് മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ റെക്കോർഡോടുകൂടിയാണ് ഇത്തവണ ആ പുരസ്കാരം മമ്മൂട്ടിയിലേക്ക് എത്തുന്നത്. ആ വലിയ സന്തോഷത്തിലും എളിമയുടെ ചെറിയ വാക്കുകളിലൂടെയായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. ഞങ്ങള് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, എൻ്റെ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടൊവിനോയ്ക്കും കൺഗ്രാജുലേഷൻസ്. ഷംല ഹംസയ്ക്ക്, പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ, പിന്നെ അത് മഞ്ഞുമൽ ടീംസ് അല്ല, അതിന് ആക്ടർക്ക് അവാർഡുണ്ട്. സൗബിനും ആസിഫ് അലി സബീനല്ല, ബെസ്റ്റ് ആക്ടറാണ്. സൗബിനും എല്ലാവർക്കും, പിന്നെ നമ്മുടെ ഇവിടെ തന്നെ റോണക്സിനുണ്ട്, മ്യൂസിക് ഡയറക്ടറുണ്ട്. അങ്ങനെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അമൽ നീരദ് ടീമിന് അഭിനന്ദനങ്ങൾ, മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, കിട്ടാത്തവർക്ക് 10 പ്രാവശ്യം കിട്ടും. ഓക്കെ,
ഇങ്ങനെ നിങ്ങൾ കണ്ടു. സമയയുഗത്തിലെ വേഷം ചെയ്യുമ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു, അത് കുറച്ചുകൂടെ അങ്ങനെ ഇപ്പൊ പ്രതീക്ഷിച്ചിട്ടല്ലോ ചെയ്യുന്നത്. ശ്രമകരമായ വേഷം ഇതൊക്കെ സംഭവിക്കുന്നതാണ്. താങ്ക് യു. നമുക്ക് വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ ഭ്രമയുഗത്തിലേക്ക് വന്നപ്പോൾ അതിലൊരു വ്യത്യസ്തത എന്തായിരുന്നു? അത് കഥാപാത്രവും കഥയും ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇതൊരു യാത്രയല്ലേ, കൂടെ നടക്കാൻ ഒത്തിരി പേരുണ്ടാവില്ലേ, അവരും നമ്മളൊപ്പം കൂട്ടിയ പോലെ എന്ന് വിചാരിച്ചാൽ മതി. ഇതൊരു മത്സരം എന്ന് പറയാൻ പറ്റില്ല അല്ലേ, നമ്മൾ ഓട്ട മത്സരമൊന്നും അല്ലല്ലോ. പുതുതലമുറയാണ് ഇത്തവണ അവാർഡ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഞാനെന്താ പഴയതാണോ? ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ. താനും ഈ തലമുറയിൽ പെട്ടതല്ലേ എന്നതായിരുന്നു മമ്മൂട്ടിയുടെ ചോദ്യം. എന്തായാലും 8ാം തവണയും പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നു. മത്സരം അല്ല ഇത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതിനൊപ്പം ഒരു യാത്രയാണ്, അതിനൊപ്പം പല ആളുകൾ ഇങ്ങനെ ചേർന്നുകൊണ്ടേയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ടൊവിനോ തോമസും ഒപ്പം തന്നെ ആസിഫ് അലിയും ഈ പുരസ്കാരം പ്രത്യേക പരാമർശത്തിന് അർഹരായിട്ടുണ്ട്. ഈ മികച്ച നടനുള്ള പുരസ്കാരത്തിനുള്ള അവസാനവട്ട മത്സരത്തിൽ ആസിഫ് അലി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ലെവൽ ക്രോസിലെയും മറ്റും അഭിനയമാണ് ആസിഫ് അലിയെ മമ്മൂട്ടിക്കൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് എത്തിച്ചിരുന്നത്. പക്ഷേ മമ്മൂട്ടി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവർ പ്രത്യേക പരാമർശം ലഭിക്കുകയാണ്. അവർക്ക് ഫെമിനിച്ചി ഫാത്തിമയിലെ ഫാത്തിമയെ അവിസ്മരണീയമാക്കിയ ഷംല ഹംസയാണ് മികച്ച നടി. അതേപോലെ തന്നെ ബൊഗെയിൻ വില്ലയിലെ മാസ്മരികമായ അഭിനയത്തിലൂടെ ജ്യോതിർമയിക്കും പ്രത്യേക പരാമർശം ലഭിച്ചിരിക്കുന്നു. മികച്ച പിന്നണി ഗായകൻ ഹരിശങ്കറാണ്. സെബ ടോമി മികച്ച പിന്നണി ഗായിക. ഇവരും അവാർഡിന് അർഹരായിരിക്കുകയാണ്. തൃശൂർ രാമനിലയത്തിൽ മന്ത്രി സജി ചെറിയാനാണ് ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ജൂറി അധ്യക്ഷൻ പ്രകാശ് രാജ്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി തുടങ്ങിയവർ ഈ പ്രഖ്യാപനത്തിൽ ഒപ്പമുണ്ടായിരുന്നു. പ്രാഥമിക ജൂറി കണ്ടു വിലയിരുത്തിയ ശേഷം തെരഞ്ഞെടുത്ത 38 ചിത്രങ്ങളാണ് ഈ ജൂറി കണ്ടത്. നടൻ പ്രകാശ് രാജ് അധ്യക്ഷനായ അന്തിമ ജൂറിയുടെ പരിഗണനയിൽ ഈ 38 ചിത്രങ്ങളാണ് വന്നത്. അതിൽ നിന്നാണ് പുരസ്കാരത്തിന് അർഹരായവരെ തെരഞ്ഞെടുത്തത്. ജൂറി സ്ക്രീനിംഗ് 2 ദിവസം മുൻപായിരുന്നു പൂർത്തിയായത്. മറ്റ് അവാർഡ് ലഭിച്ച ആളുകളെ കൂടി നമ്മൾ നോക്കിയാൽ മികച്ച സിനിമയ്ക്കുള്ള പ്രത്യേക ജൂറി അവാർഡ് പാരഡൈസിനാണ് ലഭിച്ചിരിക്കുന്നത്. സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരാണ്. സ്വഭാവ നടി ലിജോമോളും പുരസ്കാരം നേടിയിരിക്കുന്നു. വിഷ്വൽ എഫക്റ്റ് ARMനാണ് ലഭിച്ചിരിക്കുന്നത്. നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദാണ്. ജനപ്രിയ ചിത്രം പ്രേമലു. നൃത്ത സംവിധാനം ഉമേഷ്, അത് ബൊഗെയിൻ വില്ല എന്ന ചിത്രത്തിലേതിനാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പെണ്ണുങ്ങളുടെ വിഭാഗത്തിൽ സയനോര ആണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ബറോസ് എന്ന ചിത്രത്തിലെ ഡബ്ബിങ്ങിനാണ്. പുരുഷന്മാരുടെ വിഭാഗത്തിൽ രാജേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വസ്ത്രാലങ്കാരം സമീറ സനീഷാണ്. മേക്കപ്പ് റോണക്സ് സേവ്യറാണ്. ശബ്ദ രൂപകൽപ്പന റോണക്സിന് ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഭ്രമയുഗം, ബൊഗെയിൻ വില്ല ചിത്രങ്ങളിലെ പ്രവർത്തനത്തിനാണ്. ശബ്ദ രൂപകൽപ്പന ഷിജിൻ മെൽവിൻ, അഭിഷേക്, മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ പ്രവർത്തനത്തിനാണ്. എന്തായാലും കലാസംവിധാനം അജയൻ ചാലിശ്ശേരി, മഞ്ഞുമൽ ബോയ്സ്. എഡിറ്റിംഗ് സൂരജ്, കിഷ്കിന്ദ കാണ്ഡം എന്ന ചിത്രത്തിലേതാണ്. മികച്ച പിന്നണി ഗായിക സെബ ടോമി, ചിത്രം മികച്ച പിന്നണി ഗായകൻ KS ഹരിശങ്കർ. മികച്ച സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സേവ്യർ. മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം, ബൊഗെയിൻ വില്ല. മികച്ച ഗാനരചയിതാവ് വേടൻ. മികച്ച തിരക്കഥ ലിജോ ജോസ്, അമൽ നീരദ്. മികച്ച തിരക്കഥ കൃത്ത് ചിദംബരം. അങ്ങനെ പോകുന്നു അവാർഡ് വാങ്ങിയവരുടെ നിര. എന്തായാലും മന്ത്രി സജി ചെറിയാൻ അവാർഡ് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സംസാരിച്ചത് കൂടി കേൾക്കാം. ശരി, മറ്റ് അവാർഡ് നേട്ടത്തിൽ പ്രതികരിക്കുന്ന താരങ്ങളുടെ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ടൊവിനോയും ആസിഫ് അലിയും ഉൾപ്പെടെയുള്ളവർ ഇതിനോട് പ്രതികരിച്ചു. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു നിന്നത്. ഇതിങ്ങനെ 3 പ്രാവശ്യം പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ ഓൾറെഡി ഇതിന്റെ ഫൈനൽ ലിസ്റ്റിൽ മമ്മൂക്കയുടെ കൂടെ പേര് കണ്ടപ്പോൾ മുതൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാര്യം ഞാൻ ആഗ്രഹിച്ചതിന്റെ ഏറ്റവും പീക്കാണ് ആ കണ്ട നോമിനേഷൻ തന്നെ. അപ്പോൾ അത് ഇപ്പൊ വന്നൊരു സ്പെഷ്യൽ മെൻഷനിൽ എത്തി നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള കരിയറിൽ മാത്രമല്ല എന്റെ പേഴ്സണൽ ലൈഫിലും ഭയങ്കര ഒരു ഫ്യൂല് തന്നെയായിരിക്കും ഇനി ഇപ്പൊ ഈ കിട്ടിയ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്.
നിരാശ തീർച്ചയായിട്ടും ഉണ്ട്. ആഗ്രഹിച്ചതും അത് തന്നെയാണ്, എപ്പോഴും ആഗ്രഹവും അത് തന്നെയാണ്. പക്ഷെ ഇനിയും സമയമുണ്ട്, ശ്രമിക്കണം. കാര്യം ശ്രമിക്കാൻ ഉള്ളൊരു ധൈര്യം കൂടിയാണ്. ഇപ്പം ശ്രമിച്ചാൽ എത്തിച്ചേരും എന്നുള്ളൊരു വലിയ ധൈര്യം തന്നെയാണ് ഇതിൽ കൂടെ കിട്ടിയത്. അപ്പം ഇതിലിപ്പം എനിക്കാണെങ്കിലും ടോവിക്കാണെങ്കിലും ഉള്ളൊരു എക്സൈറ്റ്മെന്റും അത് തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഓരോ ജനറേഷനിലെ ആക്ടേഴ്സിന് തന്നെ മെൻഷൻ ചെയ്താണ് എപ്പോഴും നോമിനേഷൻസ് ഉൾപ്പെടെ വരിക. അപ്പം ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് അത് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. തീർച്ചയായിട്ടും അത് മമ്മൂക്കാണ് ഒരു ക്യാപ്റ്റൻസിയിൽ തന്നെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് അഗെയിൻ ബെസ്റ്റ് ആക്ടർ എന്നുള്ളത് തന്നെയായിരിക്കും എല്ലാവരുടെയും ഡ്രീം. അതിലേക്ക് ഒരു ദിവസം എത്തിച്ചേരുകയും ചെയ്യും. ഒരുപാട് സന്തോഷം, വലിയ കാര്യമാണ്. ഈ പറഞ്ഞ പോലെ നമുക്കങ്ങനെ ഈ സ്റ്റേറ്റ് അവാർഡിൽ ഇങ്ങനെ ഒരു ജൂറി മെൻഷനൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാനത് അറിഞ്ഞ് അതിപ്പോഴും അതിന്റെ ഒരു ചെറിയ തരിപ്പിലിരിക്കുകയാണ്. ഞാൻ ഒരു മംഗലാപുരം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ യാത്രയുടെ ഇടയിലാണ് ഈ ന്യൂസ് കിട്ടി. അപ്പൊ ഞാനിങ്ങനെ ഫോണുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഭിനയിക്കുന്നവരോടൊക്കെ. സിനിമ നന്നാവണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ഏറ്റവും പ്രതീക്ഷ വെച്ചിരുന്നത്. അത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു 3 കഥാപാത്രമൊക്കെ ഒരു സിനിമയിൽ ചെയ്യുന്നത്. അപ്പൊ ഞാനത് എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ സംശയിച്ചിരുന്നിട്ട് എന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണത് മോട്ടിവേറ്റ് ചെയ്ത് ഞാനിതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു. ഞാൻ ശ്രമിച്ചിട്ട് അത് സിനിമയായിട്ട് ഇറങ്ങിയപ്പോ ആ സിനിമ വലിയ വിജയം നേടി തിയേറ്ററിൽ. അത് തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാര്യം നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ആ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യാവുന്നൊരു സിനിമയൊന്നും ആയിരുന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അങ്ങനെ നിന്നുകൊണ്ടാണ് ആ സിനിമയും അങ്ങനെ നമുക്ക് നന്നായി വന്നത്. അത് മലയാളികൾ അല്ലെങ്കിൽ പ്രേക്ഷകർ അതും നന്നായിട്ട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ എന്ന് പറയുമ്പോൾ ഇതൊരു ഇരട്ടി മധുരമാണ് തീർച്ചയായിട്ടും. തുടക്ക ചിത്രത്തിൽ തന്നെയാണ് ഷംല മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയാകുന്നത്. മികച്ച നടനായി 8ാം തവണ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട മമ്മൂട്ടിക്കൊപ്പമാണ് ഇത്തവണ ഷംല ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതിന്റെ സന്തോഷം ഷംല പങ്കുവയ്ക്കുന്നു. മുന്നോട്ടേക്കുള്ള പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ ഈ അവാർഡ് ഇന്നും അപ്പുറത്തേക്കല്ലേ, പെർഫോമൻസ് തന്നെ അവർക്ക് ഫോക്കസ്. അതെ അതെ, പെർഫോമൻസിലാണ് തീർച്ചയായിട്ടും. നല്ല സിനിമകൾ, നല്ല കഥകളൊക്കെ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുശേഷം ഓഫറുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടോ? വന്നിരുന്നു. അതെ അതെ, ഞാനിപ്പോഴും തുടക്കക്കാരിയാണ്. ഈ ഒരു അവാർഡ് നമുക്കൊക്കെ ഏറ്റവും വലിയ പ്രചോദനമാണ്. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ, നല്ല സിനിമകൾ ചെയ്യണം. പിന്നെ പാട്ട് എഴുതുന്നത് ഒരു ഹോബി ആയിരുന്നു. അത് ഇപ്പോഴും ഇഷ്ടമാണ്. എഴുതാൻ കഴിയുമെങ്കിൽ എഴുതി. ഇല്ല, ഒരുപാട് പാടാറുണ്ട്. ഇങ്ങനെയൊരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ഷംലയോട് ചോദിക്കുമ്പോൾ തൻ്റെ കൂടെ മത്സരിച്ചിരുന്നവരെയൊക്കെ കാണുമ്പോൾ പേടിയായിരുന്നു, സ്വപ്നം കാണാൻ പോലും പേടിയായിരുന്നു എന്നാണ് ഷംല പ്രതികരിക്കുന്നത്. അത്രമാത്രം എക്സൈറ്റഡ് ആണ്. ആ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാകും. മറ്റ് അവാർഡ് വാങ്ങിയ സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവർ, മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് വാങ്ങിയ സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പ്രതികരിച്ചു, അവരുടെ സന്തോഷം പങ്കുവച്ചു. അതിലേക്ക് കൂടി കുറച്ചുണ്ട്, 10-അടുത്തുണ്ടെന്നുണ്ട്. വളരെ സന്തോഷം. എന്തായാലും അജയനും ഷൈജുവിനും പിന്നെ ബാക്കിയുള്ള എല്ലാ കിട്ടിയിരിക്കുന്ന ബാക്കിയുള്ള ചിത്രങ്ങൾക്കും നല്ല അവാർഡ്സ് തന്നെ കിട്ടിയിരിക്കുന്നത്. ബോഗൻവില്ല, അമലേട്ടനാണെങ്കിലും ജോയി ചേച്ചി കിട്ടിയതൊക്കെ വളരെയധികം സന്തോഷം. ടോവിനോ, പിന്നെ ആസിഫ്, മമ്മൂക്ക, എല്ലാവർക്കും ഫെമിനിസ്റ്റ് മൂവിയിൽ അവരൊക്കെ എല്ലാവരും കിട്ടി വളരെയധികം സന്തോഷം. അതെ അതെ, എനിക്ക് അതാണ് നമ്മള് അങ്ങനെ ഒരു എന്താ പറയാ മഞ്ഞൾ ബോയ്സിലാ അതിൽ വർക്ക് ചെയ്ത എല്ലാവരും ഒരു പ്രയത്നം തന്നെയാണ് ഇതിന് ഇത്രയധികം കിട്ടാനുള്ള അവാർഡ്സ് കിട്ടാനുള്ള കാരണം. പിന്നെ എന്റെ ഇതാണിപ്പോഴും സ്വഭാവം എന്ന് പറഞ്ഞാൽ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും റിയൽ മഞ്ഞൾ ബോയ്സിലെ കുട്ടിയേട്ടനുണ്ടല്ലോ, ശ്രീചേട്ടൻ, അത് ശരിക്കും അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കാനാണ് ഈ അവാർഡ്. സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. ആദ്യത്തെ സിനിമയാണ്. അപ്പൊ അതിന് അവാർഡുകൾ മികച്ച നടിക്ക് നമുക്ക് കിട്ടി. പിന്നെ മികച്ച 2ാമത്തെ സിനിമ
സിനിമ സംഘടന അവാർഡ് കിട്ടി. ഞാൻ ആദ്യമായിട്ട് സിനിമ സംഘടന ഒരാളെന്ന രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കരമായിട്ട് ഇത് കാണുന്നു. വേറെ ഒരുപാട് അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ? നമുക്ക് ഇപ്പൊ 2024 അനൗൺസ് ചെയ്ത മിക്ക അവാർഡുകളിലും ഫാത്തിമ ഉണ്ടായിട്ടുണ്ട്. ക്രിറ്റിക്സ് അവാർഡ്, പത്മനാഭ പുരസ്കാരം, ഡിസിലൈൻ അവാർഡ് തുടങ്ങിയ മിക്ക അവാർഡുകളിലും ഫാത്തിമ ഉണ്ടായിട്ടുണ്ട്. സന്തോഷം എന്ന് പറയുന്ന ഒരു ഇമോഷൻ എങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് സത്യത്തിൽ അറിഞ്ഞൂടാ. ഞാൻ അറിഞ്ഞിട്ടും കൂടിയില്ല ഇന്നാണ് അത് ഇന്ന് അനൗൺസ് ചെയ്യുന്നതെന്നൊന്നും. ആക്ച്വലി എന്റെ മോളെ കൂട്ടാൻ വേണ്ടി വണ്ടിയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഭാഗ്യ ചേച്ചി വിളിച്ചു, പെട്ടെന്ന് TV വെക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോരുത്തരെ തുരുതുര വിളിക്കാൻ തുടങ്ങി. ഒരു ഈവൽ വിച്ചിന്റെ ക്യാരക്ടറാണ് അതിന്റെ അകത്ത്. ആക്ച്വലി എന്ത് ടോണാണ് വേണ്ടത് എന്നുള്ളത് ആദ്യമേ ഒന്ന് നോക്കിയിട്ട് തന്നെയാണ് ഫിക്സ് ചെയ്തത്. അപ്പൊ അത് അങ്ങനെ അവർക്ക് അവരുടെ മുഖത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ 2 ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗാമ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ വരുന്ന വില്ലൻ ക്യാരക്ടറും ഉണ്ട്, പിന്നെ ഈ വെൽവെറ്റിന്റെ ക്യാരക്ടറുമാണ് ഞാൻ ചെയ്തത്. അപ്പൊ അങ്ങനെ സന്തോഷം, ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. അല്ലാതെ എന്താ പറയണ്ടെന്ന് അറിയില്ല. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നടന്ന സംഭവം കോമ്പറ്റീഷനിൽ ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ഇതിന്റെ തന്നെ പ്രൊഡ്യൂസർ അനൂപേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോ എന്തായാലും അത് കഴിഞ്ഞിട്ട് പ്രഖ്യാപനം വരുമ്പോ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറായിരുന്നു തന്നെയുടേത്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും തന്നെ കേൾക്കുന്നതാണ്. അപ്പം സ്ത്രീകൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ എനിക്ക് രാജേഷ് ഏട്ടനും ഇതിന്റെ റൈറ്റർ രാജേഷ് ഏട്ടനും ഡയറക്ടർ വിഷ്ണു ചേട്ടനും കൂടി വന്ന് എൻ്റെ അടുത്ത് കഥ പറയുമ്പോഴും എനിക്ക് ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ തീർച്ചയായും ഈ പറഞ്ഞ 2 പേരുടെയും ഇൻപുട്സും ഉണ്ട്. അങ്ങനെ ചെയ്തതാണ് ധന്യയുടെ ക്യാരക്ടർ. എന്തായാലും ഇപ്പൊ അതിനൊരു അവാർഡ് ലഭിച്ചതിൽ സന്തോഷം. ഒട്ടും പ്രതീക്ഷിച്ചില്ല, പക്ഷെ കിട്ടിയതിൽ സന്തോഷം. സന്തോഷത്തിലാണ്. നമ്മൾ ഇന്നാണ് ഇപ്പൊ അറിഞ്ഞത്. അപ്പൊ ഹാപ്പിയാണ്. പിന്നെ മഞ്ഞുമൽ ബോയ്സിന് മാത്രം ഒരുപാട് അവാർഡുണ്ട്, 10ലധികം അവാർഡുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമാവാൻ പറ്റിയതിലും ഒക്കെ സന്തോഷത്തിലാണ്. ഇല്ല 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 ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ആരോടും പ്രതികാരം ചെയ്യാനുള്ള ദേഷ്യമൊന്നും എനിക്ക് ആരോടും ഇല്ല. സന്തോഷത്തിലാണ്. പുരസ്കാരം നേടിയ പലരുടെയും പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. വലിയ സന്തോഷത്തിലാണ്. നവാഗതരായ നിരവധി പേർ അവാർഡിന് അർഹരാകുന്നു എന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ പ്രത്യേക പരാമർശം നേടിയ നടി ദർശന ഇങ്ങനത്തെ അക്നോളജ്മെന്റ് കിട്ടുന്നത് ഐ എം റിയലി റിയലി ഹാപ്പി. ഭയങ്കര സ്പെഷ്യൽ പടമായിരുന്നു എനിക്ക്. ഇങ്ങനെ ഏറ്റവും ഐഡിയൽ സെറ്റിങ്ങിൽ വർക്ക് ചെയ്ത പോലെ തോന്നി. എല്ലാ രീതിയിലും എല്ലാ ഡിപ്പാർട്ട്മെന്റും ബെസ്റ്റ് ആൾക്കാർ വർക്ക് ചെയ്യാൻ പറ്റുന്നതും. ഞാൻ അതിന് മീൻസ് ഈ പടം ഓണായിട്ട് ഞാൻ ഇതിനെപ്പറ്റി കേൾക്കുന്നുണ്ടായിരുന്നു. റോഷനും രാജീവേട്ടനും ഒക്കെ ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ ലാസ്റ്റ് മെമ്പറായിട്ടാണ് ഞാൻ കയറുന്നത്. ആൻഡ് ഐ എം റിയലി ഗ്ലാഡ് ബിക്കോസ് ഭയങ്കര എപ്പോഴും ഫോർ ലൈഫ് ഓർക്കുന്ന ഒരു പ്രോജക്റ്റും എക്സ്പീരിയൻസും ആയിരിക്കും. ഇല്ല, ഞാൻ ആക്ച്വലി ഇന്നലെയാണ് 2024 പടമാണെന്ന്. ഇപ്പോൾ തിയേറ്റേഴ്സിൽ 24 പടം, പക്ഷെ 23-ലാണ് പാരഡൈസ് റിലീസ് ചെയ്തത്. ഞങ്ങൾക്ക് ബുസാൻ പ്രീമിയർ ഉണ്ടായിരുന്നത് 23-ലായിരുന്നു. അപ്പൊ ഞാൻ വർക്ക് ചെയ്തതും ആ കൊല്ലമായിരുന്നു. സോ ഐ ഹാഡ് ഫൊഗോട്ടൻ ദാറ്റ് ഇത് ഈ കൊല്ലത്തെ കണ്ടൻഷനിലുണ്ടെന്ന്. ബട്ട് ഇപ്പൊ ലാസ്റ്റ് ഫ്യൂ അവേഴ്സ് ആയിട്ട് കോൾസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോ ഇല്ല, പ്രതീക്ഷിച്ചില്ല ഒട്ടും. രാജീവേട്ടനും റോഷനും ആണ്. ഐ തിങ്ക് ഇതിന് ഒരു നോർത്ത് ഇന്ത്യൻ ആക്ടർ, ഫീമെയിൽ ആക്ടർ ആയിരിക്കും. ആൻഡ് റോഷനാണ് മെയിൻ ലീഡായിട്ട് ഉണ്ടായിരുന്നത്. കഥയിൽ അങ്ങനെയായിരുന്നു. പിന്നെ അത് റീവർക്ക് ചെയ്ത് അറ്റ് വൺ പോയിന്റ് റീകൺസിഡർ ചെയ്യാൻ, അതൊരു 2 പേരും മലയാളികളാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് അപ്പോഴാണ് ഐ തിങ്ക് രാജീവേട്ടൻ സജസ്റ്റ് ചെയ്തിട്ടാണ് പ്രശ്ന സർ വിളിക്കുന്നതും കഥ കേൾക്കുന്നതും ഒക്കെ. ആൻഡ് ഓൾറെഡി എന്താ പറയാ, രാജീവേട്ടനും പ്രശ്ന സാറും ഒക്കെ ചെയ്യുന്ന എന്ത് പ്രോജക്റ്റ് ആണെങ്കിലും ഐ ബി വെരി ഹാപ്പി ടു ബി എ സ്മോൾ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പടം കഥ വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയാ, ഒരു ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നിയില്ല. ചാലഞ്ചിങ് ആയിരിക്കും എന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അതെ. ആൻഡ് ഐ തിങ്ക് ലാംഗ്വേജ് വൈസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്പേസ് ആണ്. ഒരു സ്പെസിഫിക് ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരു മലയാളം മാത്രമല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രമല്ല, ഹിന്ദി, കുറെ ഭാഷകളുണ്ട്. സിനലീസ് ഉണ്ട്, തമിഴുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ
നീഡ് അനുസരിച്ചിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന പോലെ ഫിലിമിലും അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനൊരു പ്ലേയിലാണ് അങ്ങനെ ഇംഗ്ലീഷ് മലയാളം പ്ലേയിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് അതൊരു പടത്തിൽ ചെയ്യാൻ പറ്റിയത് ഭയങ്കര ലിബറേറ്റിംഗ് ആയിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ ക്രൈറ്റീരിയ പണ്ടും എപ്പോഴും ഇന്നും ഇനി ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയ ദർശന മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്തായാലും നവാഗതരായ ആളുകൾ ഉൾപ്പെടെ നിരവധി പേർ പുരസ്കാരത്തിന് ഇത്തവണ അർഹരായിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു മികച്ച പ്രോത്സാഹനം സിനിമയിലേക്ക് പുതുതായി വരുന്നവർക്ക് നൽകുന്നതാണ്. കൂടുതൽ പരീക്ഷണങ്ങൾക്കും ഒക്കെ വേദിയൊരുക്കാൻ പ്രേരിപ്പിക്കുന്നത് കൂടിയാണ്. എന്തായാലും പുരസ്കാരം ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പുരസ്കാരം ലഭിക്കാത്തവർ ഈ സാധ്യത മുന്നിൽ കണ്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കട്ടെ. പ്രേക്ഷകരായി ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എന്തായാലും നമുക്ക് ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലേക്ക്. നമ്മളെ ഓരോരുത്തരെയും ഞെട്ടിച്ച സംഭവമാണ് ഇന്നലെ വർക്കലയിൽ ഉണ്ടായത്. ട്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടി കൂടി ഉപദ്രവിക്കപ്പെട്ട് പുറത്തേക്ക് വീണ് വലിയ ദുരന്തം സംഭവിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ശ്രീകുട്ടി എന്ന സോനു എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിലാണ് ആ ദാരുണ സംഭവം ഉണ്ടാകുന്നത്. നമുക്കറിയാം 14 വർഷം മുൻപ് സമാനമായ ഒരു അനുഭവം സൗമ്യ എന്ന പെൺകുട്ടിക്കുണ്ടായിരുന്നു. ഗോവിന്ദചാമി എന്ന കൊടും ക്രൂരൻ ട്രെയിനിൽ നിന്ന് ആ പെൺകുട്ടിയെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. അന്ന് എന്തൊക്കെയാണ് സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് ഉയർന്ന ചോദ്യങ്ങൾ, അതിന് ഇന്നും ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നു എന്നതാണ് ഈ വർക്കലയിൽ ഉണ്ടായിട്ടുള്ള സംഭവം ഓർമ്മിപ്പിക്കുന്നത്. ഒരു പ്രകോപനവുമില്ലാതെ വാതിൽ നിന്ന് മാറിയില്ല എന്ന ഒരൊറ്റ കാരണത്താൽ ഉണ്ടായിട്ടുള്ള പ്രകോപനമാണ് ഒരു പെൺകുട്ടിയുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ പറ്റുമായിരുന്ന തരത്തിലുള്ള ഒരു ക്രിമിനൽ പ്രവൃത്തിയിലേക്ക് മദ്യപാനിയായ ഒരു ആളെ നയിക്കുന്നത്. അയാൾ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. വധശിക്ഷ ഉൾപ്പെടെയുള്ള കുറ്റം അയാൾക്കെതിരെ ചുമത്തുമെന്നാണ് അറിയുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ 14 വർഷം മുൻപ് നമ്മൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞു. അത് തന്നെ ഇപ്പോഴും പറയേണ്ടിയിരിക്കുന്നു. രാത്രി കാലങ്ങളിൽ ട്രെയിനിൽ സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക് എന്ത് സുരക്ഷ എന്ന ചോദ്യമുയർത്തുന്നതാണ് ഇന്നലെയും വർക്കലയിൽ ഉണ്ടായിട്ടുള്ള സംഭവം. ആ പെൺകുട്ടിയെ ഇപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. 20ഓളം പരിക്കുകൾ ആ പെൺകുട്ടിക്ക് ഏറ്റിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം പാലോട് സ്വദേശിനി ആയിട്ടുള്ള സോനയാണ് ഈ ദാരുണമായ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ട്രെയിനിൽ മദ്യപിച്ച് യാത്ര ചെയ്ത സുരേഷ് കുമാർ എന്ന വ്യക്തിയാണ്. അയാൾ മദ്യലഹരിയിലായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് പലതവണ ചോദിക്കുമ്പോഴും പരസ്പര വിരുദ്ധമായ പല കാരണങ്ങൾ പറയുകയായിരുന്നു. ഇത് അന്യസംസ്ഥാനക്കാരനായ ഒരാളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള പല ശ്രമങ്ങളും ഇയാളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ഈ വാതിൽ നിന്ന് മാറാൻ പറഞ്ഞിട്ട് മാറാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്ക് തർക്കങ്ങളാണ് ഇങ്ങനെ ഒരു അതിക്രമത്തിലേക്ക് നയിച്ചത് എന്നതാണ് മനസ്സിലാകുന്നത്. സോനുവിന്റെ സുഹൃത്ത് അർച്ചനയെയും ഈ പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. അർച്ചനയുടെ കൺമുന്നിൽ വെച്ചാണ് സോനയെ ഇയാൾ ചവിട്ടി പുറത്തേക്ക് ഇടുന്നത്. അപ്പോൾ മറ്റൊരു ട്രാക്കിലേക്ക് വീഴുകയാണ് ചെയ്തത് സോന. ആ അനുഭവം അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ എത്രമാത്രം ഭീതിതമായ ഒരു സാഹചര്യമാണ്. രാത്രി യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ വീണ്ടും ഉയരുകയാണ്. എന്തായാലും ആ നടന്ന സംഭവത്തിന്റെ AI വീഡിയോ, ഞങ്ങളുടെ ഗ്രാഫിക്കൽ ടീം തയ്യാറാക്കിയ AI വീഡിയോ ഒന്ന് കാണാം. ഞങ്ങള് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരിയെ നടുവിന് ചവിട്ടി തള്ളിയിടുവായിരുന്നു. എന്നിട്ട് എന്റെ കൈയും കാലിനെയും പിടിച്ച് എന്നെയും പാതി പുറത്തിട്ട്. മറ്റു പ്രകോപനമൊന്നും ഉണ്ടായി ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണില്ല, പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നെ പിടിച്ച് കയറ്റി രക്ഷപ്പെട്ട. അല്ല ജനറൽ കമ്പാർട്ട്മെന്റ്. ഞങ്ങള് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരിയെ നടുവിന് ചവിട്ടി തള്ളിയിടുവായിരുന്നു. എന്നിട്ട് എന്റെ കൈയും കാലിനെയും പിടിച്ച് എന്നെയും പാതി പുറത്തിട്ട്. മറ്റു പ്രകോപനമൊന്നും ഉണ്ടായി ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണില്ല, പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നെ പിടിച്ച് കയറ്റി രക്ഷപ്പെട്ട. അല്ല ജനറൽ കമ്പാർട്ട്മെന്റ്. സോനയെ തള്ളിയിടുന്നത് കണ്ട് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് സുഹൃത്തായ അർച്ചനയെയും ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. സമാനമായ രീതിയിൽ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതാണ് അർച്ചന പറയുന്നത്. അതിന്റെ കൂടി ശബ്ദമാണ് നമ്മൾ കേട്ടത്. അർച്ചന രാവിലെ ന്യൂസ് 8 പ്രതികരിച്ചതാണ്. അത് എന്താണ് സംഭവിച്ചത് എന്നത് അതിന്റെ AI വീഡിയോ, ഞങ്ങളുടെ ഗ്രാഫിക്കൽ ടീം തയ്യാറാക്കിയ AI വീഡിയോ കാണുന്നത്. ട്രാക്കിലേക്കാണ് ഈ പെൺകുട്ടി വന്ന് വീഴുന്നത്. ആ സമയം മറ്റൊരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. 19 വയസ്സുകാരിയാണ്.
എറണാകുളത്തെ പങ്കാളിയുടെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിയായിരുന്നു. അമ്മ പറയുന്നു ഈ പെൺകുട്ടി ശ്രീകുട്ടി ബംഗളൂരുവിലായിരുന്നു ഉണ്ടായിരുന്നത്. ബംഗളൂരുവിലും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെയായി നിരവധി തവണ യാത്ര ചെയ്യുന്ന, സ്ഥിരമായി ട്രെയിൻ യാത്ര ചെയ്യുന്ന കുട്ടിയാണ്. വളരെ ബോൾഡായിട്ടുള്ള പെൺകുട്ടിയാണ്. ഈ ആദ്യമായിട്ടുള്ള യാത്രയോ അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പോൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന പെൺകുട്ടിയാണ്, ബോൾഡായിട്ടുള്ള പെൺകുട്ടിയാണ്. അവിടെ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ നിസാരമായ വാക്കുതർക്കത്തിന്റെ പേരിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് അതിന്റെ ജീവൻ പോലും അപായപ്പെടുത്താനുള്ള ഒരു ശ്രമം ഒരു മദ്യപാനിയായ ഒരു വ്യക്തി നടത്തുകയാണ്. അതും ഇങ്ങനെയുള്ള ട്രെയിനുകളിൽ എന്ന കാര്യം ഓർക്കണം. ഈ പ്രതിയെക്കുറിച്ച് ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നുണ്ട്. സമാനമായ നിലയിലുള്ള കേസുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മദ്യപിച്ച് സ്ഥിരമായി ഭാര്യയെ ഉപദ്രവിക്കുന്ന വ്യക്തിയാണ് ഇയാൾ എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇയാളുടെ അയൽവാസികളും ഒപ്പം തന്നെ അവിടുത്തെ ജനപ്രതിനിധികളും ന്യൂസ് 18 രാവിലെ പ്രതികരിച്ചു. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നത് സംബന്ധിച്ച് പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇയാൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തിയിട്ടുണ്ട്. സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാളൊരു മദ്യപാനിയാണ്. പക്ഷേ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല. മദ്യപിച്ചിട്ട് വന്ന് ഭാര്യയായിട്ട് അടിയും വഴക്കുമൊക്കെ ഉണ്ടാക്കും, ഭാര്യയെ അടിക്കും, അങ്ങനെ ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ ഭാര്യയെ പിണങ്ങി വേറൊരു വീട്ടിലോട്ട് മാറി താമസിക്കുകയാണ്. മക്കൾ അയാളുടെ സംരക്ഷണയിലാണ്, അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു മോനും ഒരു മോളും ഉണ്ട്. അപ്പം ഈ സുരേഷിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ല ആൾക്കാരാണ്. അതായത് സമൂഹത്തിൽ ജനങ്ങളുമായിട്ട്, അതായത് സമൂഹത്തോട് ചേർന്ന് നിന്ന് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കാനും ഒക്കെ ഉള്ള, അതായത് പള്ളിയുമായിട്ടൊക്കെ നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതുപോലൊരു പശ്ചാത്തലം മറ്റാർക്കും ഇല്ല. ഇയാൾ മദ്യപിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ആയിപ്പോയതാണ്. മദ്യപാനിയാണെങ്കിൽ ഞാൻ ഇന്ന് വരെ അദ്ദേഹത്തെ വേറൊരു രീതിയിലുള്ള പെൺകുട്ടികളെ ഉപദ്രവിച്ചതായിട്ട് എനിക്ക് ഇന്ന് വരെ അറിവില്ല. ഇപ്പോൾ ഇന്ന് ട്രെയിനിൽ നടന്നത് സംഭവം അത് എന്താണെന്ന് വാർത്തയിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. ആ വസ്തുതയിൽ നിജസ്ഥിതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം. നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമോ അദ്ദേഹമോ ഒരു തരത്തിലുള്ള വിഷയവും ഇന്ന് വരെ നടത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് എൻ്റെ അറിവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറ്റൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വേറെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ആർക്കും ഒരു മോശപ്പെട്ട ഒരു അഭിപ്രായമൊന്നും നമ്മുടെ നാട്ടിൽ ഇതുവരെ ആയിട്ടില്ല. ജനപ്രതിനിധി കൂടിയായ ഒരു വ്യക്തിയാണ് ശ്യാം. ആ ശ്യാമിന്റെ പ്രതികരണമാണ് കേട്ടത്. മദ്യപിച്ച് സ്ഥിരമായി ഭാര്യയെ ഉപദ്രവിക്കുന്ന വ്യക്തിയെക്കുറിച്ച് മറ്റ് മോശമൊന്നും കേട്ടിട്ടില്ല എന്നതാണ് പറയുന്നത്. മദ്യപിക്കുന്നു, സ്ഥിരമായി മദ്യപിക്കുന്നു, ഭാര്യയെ ഉപദ്രവിക്കുന്നു. സമാനമായ തരത്തിലുള്ള പ്രതികരണമാണ് ട്രെയിനിലും കാഴ്ചവെച്ചത്. അപ്പോൾ ജനപ്രതിനിധികൾ പോലും മദ്യപിച്ച് ഭാര്യമാരെ ശാരീരികമായി ഉപദ്രവിക്കുന്ന എത്ര നിസ്സാരവൽക്കരിച്ചാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും ആ പ്രതികരണത്തിലൂടെ. ആ നിസ്സാരവൽക്കരണമാണ് ഇന്ന് മറ്റൊരു പെൺകുട്ടിയുടെ ജീവൻ എടുക്കാൻ പോലും ഉതകുന്ന തരത്തിലേക്ക് ഒരു അക്രമം നയിക്കാൻ അയാളെ പ്രേരിപ്പിച്ചത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. 20ഓളം മുറിവുകൾ അതിൻ്റെ ശരീരത്തിലുണ്ട്. CT സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടന്നു. ആന്തരിക രക്തസ്രാവം ഇല്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. പതിയെ ആ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. 14 വർഷം മുൻപാണ് സമാനമായ സംഭവം ഉണ്ടായത്. സൗമ്യയുടെ സംഭവം ഷൊർണൂരിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്കുള്ള യാത്രക്കിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. അന്ന് ഇത്തരമൊരു സംഭവം ആവർത്തിക്കപ്പെടരുത് എന്ന കാര്യം മാത്രമാണ് താൻ പറഞ്ഞത്. പിന്നെയും ഇത്തരം ഒരു സംഭവത്തെക്കുറിച്ച് കേൾക്കേണ്ടി വരുന്നതിലെ ദുഃഖമാണ് സൗമ്യയുടെ അമ്മ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇതിപ്പോ അതിനെക്കാട്ടി അപ്പുറം സൗമ്യയുടെ അദ്ദേഹത്തിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു ട്രെയിനിൽ നിന്ന് എടുത്ത് ഒരു പെൺകുട്ടീനെ എടുത്ത് ചവിട്ടി പുറത്തേക്ക് ആക്കുക എന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ടു പോകാൻ പറ്റാത്തൊരു കാര്യം. അത് ആ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലവും എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എന്നേക്കുമായി നമ്മളിപ്പോ എല്ലാവിടും റെയിൽവേ സ്റ്റേഷനും എല്ലാവരും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ. ഇങ്ങനെ മദ്യപാനം കഴിച്ചിട്ട് ഓരോരുത്തർ ട്രെയിനിൽ വന്ന് കയറി ഇത്രയും പോലീസ് ഓരോ സ്റ്റേഷനിൽ എത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണത്. അപ്പൊ ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പറ്റുന്നില്ല. അപ്പൊ ഇതിന് സുരക്ഷിത അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. 2011 സമാനമായ സംഭവം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗമ്യയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. രാത്രി എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അത് ഒരു പാസഞ്ചർ ട്രെയിൻ ആയിരുന്നു, വനിതാ കമ്പാർട്ട്മെന്റിലായിരുന്നു. അവിടെ
ഈ അക്രമിയായ ഗോവിന്ദച്ചാമി കടന്നു ചെന്ന് ആക്രമിക്കുന്നു. പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളി താഴേക്കിടുന്നു. താഴെ വീണ ആ പെൺകുട്ടിക്കൊപ്പം തന്നെ ഗോവിന്ദച്ചാമിയും ട്രെയിനിൽ നിന്ന് ചാടുന്നു. പരിക്കേറ്റ് കിടന്ന പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. പെൺകുട്ടിയുടെ വലിയ ആഴത്തിലുള്ള മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു. താടിയെല്ല് തകർന്നിരുന്നു. പല്ലുകൾ ഇളകിപ്പോയിരുന്നു. അത്രമാത്രം ദാരുണമായ ഒരു സംഭവമായിരുന്നു അന്നുണ്ടായത്. സ്ത്രീകളുടെ ട്രെയിനിലെ സുരക്ഷ, എത്ര യാത്ര സുരക്ഷിതമാക്കുന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കാണ് അത് തുടക്കമിട്ടത്. അതിനുശേഷം റെയിൽവേ പോലീസിന്റെ സാന്നിധ്യം ഉൾപ്പെടെ ഉറപ്പാക്കുന്ന തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടായി. പക്ഷേ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര മാത്രമാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ ആവർത്തിച്ചിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ. 3 മാസം മുൻപ് കോഴിക്കോട് വീണ്ടും ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്ന സംഭവമുണ്ടായി. അവരുടെ പണം മോഷ്ടിക്കപ്പെടുന്ന സംഭവമുണ്ടായി. അത് ട്രെയിനിൽ നിന്ന് ഇതുപോലെ തന്നെ തള്ളിയിട്ട് ആണ് ആക്രമിച്ചത്. 64 വയസ്സുകാരിയാണ് അന്ന് ആക്രമണത്തിനിരയായത്. അന്നും നമ്മൾ ഈ സംഭവങ്ങൾ ചർച്ച ചെയ്തു. ഈ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിൽ, യുപിയിലും ഹൈദരാബാദിലും ഒക്കെ ഇത്തരം സംഭവങ്ങൾ നിരവധിയായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിനിൽ നിന്ന് സ്ത്രീകളെ ഉപദ്രവിച്ച് തള്ളിയിട്ട് അവരുടെ പണം കവരുക, അല്ലെങ്കിൽ അവരെ ശാരീരികമായി ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, ഇതൊക്കെ നിത്യ സംഭവങ്ങളാകുമ്പോഴും അത് തടയുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല, അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആവർത്തിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ചകൾ ചെയ്യുന്നു എന്നതിനപ്പുറം നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ട്രെയിനുകളുടെ ഓരോ ക്ലാസുകൾ അനുസരിച്ചാണ് അതിൽ സുരക്ഷയും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉറപ്പാക്കുന്നത് എന്നതാണ് റെയിൽവേ പറയുന്നത്. പക്ഷേ എല്ലാ ട്രെയിനിലും ഇതാണ് അവസ്ഥ എന്ന് വന്നാൽ അവിടെ സുരക്ഷ ഉറപ്പാക്കേണ്ടുന്ന ഉത്തരവാദിത്വം ആർക്കാണ് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇത്തരം ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങൾ വീണ്ടും അധികൃതരുടെ കണ്ണുകളിലേക്ക് എത്തണം. സുരക്ഷിതമായ യാത്ര ഒരുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് സൃഷ്ടിക്കുക. സ്ത്രീകൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അധികാരികളുടെ വീഴ്ചയാണ്. അപ്പോൾ അവിടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ആ നടപടികൾ എടുക്കണം. ഇങ്ങനെ 14 വർഷം മുൻപ് പറഞ്ഞിരുന്ന അതേ സാഹചര്യങ്ങളും അതേ അവസ്ഥയും ആവർത്തിക്കപ്പെടുന്നു എന്നത് ഈ സംവിധാനത്തിനാകെ നാണക്കേടുണ്ടാക്കുന്നതാണ്. റെയിൽവേ സുരക്ഷ ശക്തമാക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നതാണ്. ഈ ട്രെയിനുകളിലെ ഡോറുകൾ ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക് മാറണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സജഷനാണ്. പക്ഷേ അത് നടപ്പായിട്ടില്ല. വന്ദേ ഭാരതിൽ മാത്രമല്ലല്ലോ സുരക്ഷ വേണ്ടത്. സാധാരണക്കാരായ സ്ത്രീകൾ സഞ്ചരിക്കുന്ന മറ്റു ട്രെയിനുകളും സുരക്ഷിതമാകേണ്ടതുണ്ട്. അപ്പോൾ അത് ഉറപ്പുവരുത്തുന്നതിനുള്ള ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട്, മറ്റ് അധികൃതർക്കുണ്ട്. ഓരോ കൂട്ടം ആളുകളുടെയും ഒപ്പം തന്നെ ആ ട്രെയിനിൽ ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ജാഗ്രതയുടെയും ഫലമായിട്ടാണ് ആ പെൺകുട്ടി ഇപ്പോൾ ജീവനോടെ ഉള്ളത്. അല്ലായിരുന്നുവെങ്കിൽ മറ്റ് ഇതിനേക്കാൾ വലിയൊരു ദുരന്ത വാർത്തയായിരുന്നേനെ നമുക്ക് മുന്നിൽ ഉണ്ടാവുക. അപ്പോൾ ഇതെങ്കിലും എല്ലാവരുടെയും കണ്ണു തുറക്കുന്ന ഒരു സംഭവമായി മാറട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ നെഹ്റു ഗാന്ധി കുടുംബത്തെ നേരിട്ട് പേരെടുത്ത് വിമർശിച്ച് ശശി തരൂർ വീണ്ടും വാർത്തകൾ നിറയുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന വലിയ പരാമർശങ്ങൾ തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തിലാണ് കുടുംബവാഴ്ചയെക്കുറിച്ച് വളരെ ശക്തമായ വിമർശനം തരൂർ ഉന്നയിക്കുന്നത്. അത് നെഹ്റു കുടുംബത്തെ
ഉദ്ദേശിച്ച് ആ പേര് പരാമർശിച്ചുകൊണ്ടാണ് ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി മുതൽ പ്രിയങ്ക വരെ എത്തി നിൽക്കുന്നു ആ കുടുംബവാഴ്ചയെന്നും അത് രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ ആകെ ഈ കുടുംബവാഴ്ചയിലേക്ക് നയിക്കുന്നതിൽ നിർണായകമായി എന്നും വിമർശിച്ചുകൊണ്ടുള്ള ലേഖനമാണ് പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ തരൂരിൻ്റെതായി വന്നിരിക്കുന്നത്. നമുക്കറിയാം, പ്രവർത്തക സമിതിയിലേക്ക് ശശി തരൂർ മത്സരിച്ചതിന് ശേഷം അദ്ദേഹം നിരവധി തവണ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന പല വിധത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും തുടരെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു എന്ന സൂചനകൾ നൽകിയതിന് ശേഷമാണ് ഇപ്പോൾ തരൂർ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായ വിമർശനങ്ങളാണ് ഈ ലേഖനത്തിൽ തരൂർ ഈ കുടുംബവാഴ്ചയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം നേരത്തെയും ഇത്തരത്തിൽ പല കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തിയാണ്. തുറന്ന് അടിയന്തരാവസ്ഥയെക്കുറിച്ച് തുറന്ന് എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് ശശി തരൂർ. സമാനമായ രീതിയിൽ കുടുംബവാഴ്ചയ്ക്കെതിരെയും ശശി തരൂർ നേരത്തെയും നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വളരെ ഗുരുതരമായ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. വിശദമായി തന്നെ അത് നോക്കിയാൽ, പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നെഹ്റു ഗാന്ധി കുടുംബം തലയുയർത്തി നിൽക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധി, അങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നതാണ്. എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടു എന്ന വിമർശനമാണ് തരൂർ നടത്തുന്നത്. ഈ ആശയം ഇന്ത്യയിലെ എല്ലാ പാർട്ടികളിലും, എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ തലത്തിലുമുള്ള രാഷ്ട്രീയത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് അതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്നതാണ് ശശി തരൂർ ഈ ലേഖനത്തിൽ പറയുന്നത്. രാഷ്ട്രീയ രംഗത്ത് ഈ കുടുംബവാഴ്ച ഒരു പിന്തുടർച്ച എല്ലാ പാർട്ടികളിലും നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ജനതാദൾ രൂപീകരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ബിജു പട്നായിക്, അദ്ദേഹത്തിന്റെ മകൻ നവീൻ പട്നായിക് പിന്നീട് പാർട്ടി രൂപീകരിക്കുന്നു. അവിടെ പതിറ്റാണ്ടുകളോളം ഈ സംസ്ഥാനം ഭരിക്കുന്ന സാഹചര്യം, ഒറീസയുടെ സാഹചര്യത്തിൽ അത് സൂചിപ്പിക്കുന്നു. അതിനുശേഷം മഹാരാഷ്ട്രയിലേക്ക് വരുന്നു. അവിടെ താക്കറെ കുടുംബവും ആ കുടുംബവാഴ്ച തുടരുന്നത് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം ഉത്തർപ്രദേശിൽ സംഭവിക്കുന്ന, സമാജ്വാദി പാർട്ടിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നു. അഖിലേഷ് യാദവ് ആ കുടുംബവാഴ്ചയുടെ തുടർച്ചക്കാരനാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രം സംഭവിക്കുന്നതല്ല, അതിന് പുറത്തും സംഭവിക്കുന്നു എന്നത് ജമ്മു കാശ്മീരിലെ 3 തലമുറയിലെ അബ്ദുള്ളമാർ നയിച്ചു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തരൂർ ഓർമ്മിപ്പിക്കുന്നു. പ്രധാന പ്രതിപക്ഷ പാർട്ടിയിലും ആ കുടുംബവാഴ്ച മുഫ്തിമാരുടെ കൈകളിൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഓർമ്മിപ്പിക്കുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാകെ ഈ സാഹചര്യം ഉണ്ട് എന്നതും കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അത് പഞ്ചാബിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലെയും സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. തമിഴ്നാട്ടിൽ കരുണാനിധിയിൽ തുടങ്ങി ഇപ്പോൾ ചെറുമകനിൽ വരെ എത്തി നിൽക്കുന്ന കുടുംബവാഴ്ചയുടെ ചരിത്രം അദ്ദേഹം തുറന്നു കാട്ടുകയാണ് ഈ ലേഖനത്തിലൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുടുംബവാഴ്ച ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുടനീളം കാണുന്നുണ്ട് എന്ന കാര്യം പറയുന്നു. അത് പാകിസ്ഥാനിലെ ഭൂട്ടോ ഷെരീഫ് കുടുംബങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, സമീപ രാഷ്ട്രങ്ങളിലെ സാഹചര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അവിടങ്ങളിലും ഈ കുടുംബവാഴ്ച ഉണ്ടാകുന്ന സാഹചര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ആരും ഇതിൽ നിന്ന് ഭിന്നരല്ല എന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്നത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ ചലനാത്മകതയുടെ കുറവുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ കാരണങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ കക്ഷികൾ പ്രധാനമായും വ്യക്തിഗത സ്വാധീനത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വലിയ അളവിൽ വിഭവങ്ങൾ ആവശ്യമാണ്. ആ വിഭവങ്ങൾ ഇങ്ങനെ കുടുംബവാഴ്ചയിലൂടെ അത് ഉണ്ടാക്കിയെടുത്തവരുടെ കൈകളിൽ മാത്രമാണ് ഉള്ളത്. അതൊരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. ഇന്ത്യ രാഷ്ട്രീയ കുടുംബങ്ങളെ സ്വീകരിച്ചതിന് ഒരു സാംസ്കാരിക ഘടകവും ഉണ്ടാകാം. വലിയ പുരോഗതി ഉണ്ടായി ഇന്ത്യൻ സമൂഹം അധികാരവാഴ്ചയോടുള്ള കൂറ് നിലനിർത്തുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഈ കണ്ടെത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇത് എങ്ങനെ ഭീഷണിയാകുന്നു എന്ന കാര്യം കൂടി തരൂർ സൂചിപ്പിക്കുന്നുണ്ട്. കുടുംബവാഴ്ച രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നതാണ് തരൂർ പറയുന്നത്. കഴിവ്, പ്രതിബദ്ധത അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ഇടപെടൽ എന്നിവയേക്കാൾ പാരമ്പര്യത്തിന്റെ പ്രാധാന്യം ആണ് ഇത് നൽകുന്നത്. എന്ന് വെച്ചാൽ കഴിവില്ലാതെ
തുടരുന്നവർക്ക് പോലും കുടുംബവാഴ്ച മൂലം അവരുടെ അധികാര സ്ഥാനങ്ങളിൽ ഒപ്പം തന്നെ പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിൽ തുടരാൻ കഴിയുന്നു എന്ന കാര്യമാണ് ശശി തരൂർ ഈ ലേഖനത്തിലൂടെ പറയുന്നത്. കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ടെന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് തരൂർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് നിയമപരമായി നിർബന്ധിതമായ കാലാവധി ഏർപ്പെടുത്തുന്നത് മുതൽ അർത്ഥവത്തായ ആഭ്യന്തര പാർട്ടി തെരഞ്ഞെടുപ്പുകൾ നിർബന്ധമാക്കുന്നത് വരെയുള്ള അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പ്രവർത്തക സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് മുതൽ ഉള്ള AICC അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് മുതലുള്ള കാര്യങ്ങൾ പരോക്ഷമായി സൂചിപ്പിക്കുന്നതാണോ തരൂരിന്റെ വാക്കുകൾ എന്ന് ആർക്കും ആ ലേഖനം വായിക്കുന്ന ആർക്കും സംശയം തോന്നുന്നതാണ്. അതിന് നിർബന്ധിതമായിട്ടുള്ള കാലാവധി, തെരഞ്ഞെടുപ്പ് രീതികൾ എന്നിവ ഉണ്ടാകേണ്ടതാണ് ആവശ്യം എന്ന കാര്യമാണ് തരൂർ പറയുന്നത്. അപ്പോൾ ഈ തരൂരിന്റെ പരാമർശങ്ങൾ പലപ്പോഴും കോൺഗ്രസിനെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. തരൂർ കോൺഗ്രസിന് പുറത്തേക്ക് പോകുന്നതിന്റെ സൂചനകളാണ്. നടപടികൾ ക്ഷണിച്ചു വരുത്താൻ വേണ്ടി അദ്ദേഹം ആവർത്തിച്ച് പറയുന്നതാണ് ഇത്തരം കാര്യങ്ങൾ എന്നതാണ് നമ്മൾ നേരത്തെയൊക്കെ തരൂർ ഇത്തരം സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ലേഖനങ്ങൾ, പ്രതികരണങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പലരും ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ട് അവഗണിക്കുക എന്ന ഒരു സമീപനമാണ് തരൂരിന്റെ കാര്യത്തിൽ കോൺഗ്രസ് പലപ്പോഴും കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ സ്വീകരിച്ചിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള പരാമർശങ്ങൾ തരൂരിന്റെ ഭാഗത്തു നിന്ന് പല തവണയായി ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ലേഖനം ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അടിയന്തരാവസ്ഥയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ലേഖനം അത് എന്തിന്റെ സൂചനയായിരുന്നു, അദ്ദേഹം എന്തിനാണ് ആ ഘട്ടത്തിൽ അത്തരം ഒരു ലേഖനം എഴുതിയത് തുടങ്ങിയ കാര്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു. അദ്ദേഹം BJPയിലേക്ക് പോകുന്നതിന്റെ സൂചനയാണോ എന്ന് സംശയങ്ങൾ അത് ഉയർത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നതും പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധവുമായ അഭിപ്രായങ്ങളും ലേഖനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതും പല തലങ്ങളിലും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ ശശി തരൂരിന്റെ ഈ ലേഖനത്തിനെതിരെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. VD സതീശനാണ് ആ വിഷയത്തോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോട് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതിൽ ഇനി ദേശീയ നേതൃത്വത്തിന്, കേന്ദ്ര നേതൃത്വത്തിന് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പല പരാതികളും തരൂരിനെതിരെ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് മനസ്സിലാകുന്നത്. അപ്പോൾ കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ആവർത്തിച്ച് തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങൾ ആണ് കേന്ദ്ര നേതൃത്വത്തിന്റെ, ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് തരൂർ ഇത്തരം ലേഖനങ്ങൾ എഴുതുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നിലപാടെടുത്ത് രക്തസാക്ഷി പരിവേഷത്തോടു കൂടി പുറത്തേക്കുള്ള വഴിയൊരുക്കണമോ എന്നതാണ് ഇതിൽ കോൺഗ്രസ് നേരിടുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ നെഹ്റു കുടുംബത്തെ ആകെ എന്താണോ BJP ആരോപിക്കുന്നത്, പ്രധാനമന്ത്രി ആവർത്തിച്ച് കുടുംബവാഴ്ചയ്ക്കിടയിലെ എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും റാലികളിലും സംസാരിക്കുന്ന അതേപോലെയുള്ള വിമർശനം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുമ്പോൾ പ്രവർത്തക സമിതി അംഗമായിരുന്നു കൊണ്ട് തരൂരിന് ആ വിമർശനങ്ങൾ തുടരാനാകുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. തരൂരിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാകുമോ, അതോ കഴിഞ്ഞ തവണകളിലൊക്കെ അടിയന്തരാവസ്ഥയെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും ഒക്കെ നടത്തിയ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തരൂരിനെതിരെയുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ സ്വീകരിച്ചിരുന്ന പോലെയുള്ള അവഗണിക്കുക എന്ന നിലപാട് തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിലും തുടരുമോ എന്നതാണ് കാണേണ്ടത്. എന്തായാലും വളരെ ഗുരുതരമായ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന BJPയുടെ പ്രധാനമായും പ്രധാനമന്ത്രി ഉയർത്തുന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഈ ലേഖനത്തിലൂടെ തരൂരും ഉന്നയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനും ചൈനയും ആണവായുധങ്ങൾ പരീക്ഷിക്കുകയാണ് എന്ന വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ട്രംപ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ട്രംപിന്റെ വായിൽ നിന്ന് വന്നിരിക്കുന്നത്. അത് വളരെ രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ട് എന്നതാണ്. പലരും ഭൂമിക്കടിയിലാണ് ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് അറിയാതെ പോകുന്നതാണ്. പക്ഷേ ഇത്തരം പരീക്ഷണങ്ങൾ വളരെ സജീവമായി നടത്തുന്നുണ്ട് പാകിസ്ഥാൻ, ഒപ്പം തന്നെ ചൈന എന്നതാണ് ട്രംപ് പറയുന്നത്. റഷ്യയും മറ്റു റഷ്യയും ഉത്തര കൊറിയയും ഒക്കെ ഈ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ട്രംപ് പറയുന്നുണ്ട് എങ്കിൽ പോലും
ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ആശങ്ക ഉണർത്തുന്നതാണ്. ഇന്ത്യയുടെ 2 അയൽ രാഷ്ട്രങ്ങൾ വളരെ സജീവമായി തന്നെ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന ട്രംപിന്റെ ഈ പ്രസ്താവന. അതിൽ ഒന്ന് പാകിസ്ഥാനാണ്. നമുക്കറിയാം പാകിസ്ഥാൻ വളരെ ആഭ്യന്തരമായ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് കനത്ത പ്രഹരം പാകിസ്ഥാൻ ഏൽക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതിന് തൊട്ട് പിന്നാലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായും പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള കാലുഷ്യത്തിലാണ്. അവിടെ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ആ വെടിനിർത്തൽ എത്രമാത്രം ശാശ്വതമാണ് എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്ന ഒരു ഘട്ടമാണ്. അവിടെയാണ് ട്രംപ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. വളരെ സജീവമായി തന്നെ ആണവ പരീക്ഷണങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നു എന്നതാണ്. അപ്പോൾ ട്രംപ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നത്. 33 വർഷത്തെ ഒരു മൊറട്ടോറിയത്തിന് ശേഷം ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് ട്രംപ് ഉത്തരവ് നൽകിയിരുന്നു, അനുമതി നൽകിയിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു ഘട്ടത്തിലാണിപ്പോൾ ട്രംപ് ഇങ്ങനെ ഒരു പ്രതികരണം കൂടി നടത്തുന്നത്. അതായത് ട്രംപ് ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ക്ഷമത ഉറപ്പുവരുത്താനുള്ള ഒരു നിർദ്ദേശം നൽകി അതിനെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് ന്യായീകരിക്കുക. മറ്റുള്ള രാഷ്ട്രങ്ങൾ ഈ രീതിയിൽ ആണവായുധങ്ങൾ സജീവമാക്കുമ്പോൾ അമേരിക്കയ്ക്കും അതിനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക അതിന് നിർബന്ധിതരാകുന്നു എന്ന് വരുത്തി തീർക്കുക എന്നതാണോ ട്രംപ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമല്ല. എന്തായാലും ട്രംപിന്റെ വാക്കുകളാണ്, വലിയ തെളിവുകൾ ഇതിന്റെ ഭാഗമായില്ല. ആണവ പരീക്ഷണത്തിന്റെ പേരും പറഞ്ഞ് ഇറാനെ പോലെയൊക്കെയുള്ള രാഷ്ട്രങ്ങളെ വലിയ രീതിയിൽ കൊമ്പ് കോർക്കുന്ന ട്രംപും അമേരിക്കയുമാണ് ഇക്കാര്യങ്ങൾ ഈ രീതിയിൽ അവതരിപ്പിക്കുന്നത് എന്നത് കൂടി പറയണം. പാകിസ്ഥാനെ ഒപ്പം നിർത്തുന്ന അമേരിക്ക, പാകിസ്ഥാൻ വളരെ സജീവമായി തന്നെ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നത് എന്തോ ഒരു ക്രെഡിറ്റ് എന്ന നിലയിൽ ട്രംപ് അവതരിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് ട്രംപിൻ്റെ തന്നെ ഇപ്പോൾ നൽകിയിട്ടിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളുടെ ഒരു സാധ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള നീക്കമാണോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ട്രംപ് ആണവ പരീക്ഷണങ്ങൾക്കല്ല അനുമതി നൽകിയിരിക്കുന്നതെന്നും അതിൻ്റെ സാങ്കേതിക ക്ഷമതയും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം എന്നുമാണ് ഈ അമേരിക്ക അല്പം മുമ്പ് അവിടെ നിന്നുമുള്ള സ്ഥിരീകരണങ്ങൾ വരുന്നത്. എന്തായാലും അത്തരമൊരു നീക്കം സജീവമായിരിക്കുമ്പോൾ തന്നെയാണ് ചൈനയും പാകിസ്ഥാനും ഉത്തര കൊറിയയും റഷ്യയും ഒക്കെ സജീവമായ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന കാര്യം ട്രംപ് പറയുന്നത്. മാത്രവുമല്ല, ഈ ലോകത്തെ ഒന്നാകെ ഇല്ലാതാക്കാനുള്ള ശേഷിയുള്ള ആണവായുധങ്ങൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന ഒരു കാര്യം കൂടി ട്രംപ് പറയുന്നു. മറ്റേത് രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ US-ന്റെ കൈവശമുണ്ട്. 150 തവണ ലോകത്തെ തകർക്കാൻ ശേഷിയുള്ള ആണവായുധങ്ങളാണ് തങ്ങളുടെ കൈവശമുള്ളത് എന്നതാണ് ട്രംപ് പറയുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും നിരായുധീകരണത്തെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ട്രംപ് ഇതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ ട്രംപ് വെറുതെ പറഞ്ഞതായാലും കാര്യമായിട്ട് പറഞ്ഞതായാലും ഈ പ്രസ്താവന ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് ഇന്ത്യയാണ്. പ്രധാനമായും ചൈനയും പാകിസ്ഥാനും ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യ ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള ആ നയം പിന്തുടരുന്ന രാഷ്ട്രമാണ്. 1998 ശേഷം ഇന്ത്യ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുമില്ല. ഈ ഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ അയൽ രാഷ്ട്രങ്ങൾ വലിയ രീതിയിൽ ആണവായുധ പരീക്ഷണങ്ങൾ രഹസ്യമായി നടത്തുന്നുണ്ട് എന്ന ഒരു വിവരം വരുമ്പോൾ, അതും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അത്തരം ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇനി ഏതെങ്കിലും പരീക്ഷണത്തിന് നിർബന്ധിതമാകുമോ, ഇന്ത്യക്കും അത്തരം ശക്തി തെളിയിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ സംജാതമാകുമോ തുടങ്ങിയ സംശയങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അത്തരം പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ ജാഗ്രത ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. മാത്രവുമല്ല, ട്രംപ് താൻ സമാധാനത്തിൻ്റെ വക്താവാണ്, യുദ്ധം അവസാനിപ്പിക്കുന്ന ആളാണ് എന്ന് അവകാശപ്പെടുന്ന ട്രംപ് താൻ ലോകത്തെ നശിപ്പിക്കാൻ 150 തവണ നശിപ്പിക്കാൻ കഴിയുന്ന ആണവായുധ ശേഖരം ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നതൊരു വീമ്പ് പറച്ചിൽ പോലെ പറയുന്നു എന്ന ഒരു വിരോധാഭാസം കൂടി ട്രംപിൻ്റെ ഈ വാക്കുകളിൽ ഉണ്ട്. ഒരിടവേള കൂടി. ഇന്ത്യയുടെ പെൺപട ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഒരു രാവാണ് കടന്നുപോയത്. ആഘോഷങ്ങളുടെ ഒരു പകലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് താരങ്ങൾ ഇന്ത്യൻ ടീമിനെ എത്തിച്ചു. ലോകകപ്പ് സ്വന്തമാക്കി 52 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. അത് അധിക രാഷ്ട്രങ്ങൾ ആ നേട്ടം കൈവരിച്ചിട്ടില്ല. ആ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാഷ്ട്രമാണ് ഇന്ത്യ.
ഇന്ത്യ അല്ലാണ്ട് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ന്യൂസിലൻഡും മാത്രമാണ് വനിതാ ലോകകപ്പ് കിരീടം ചൂടിയിട്ടുള്ളത്. അപ്പോൾ തന്നെ അറിയാം ഇന്ത്യയുടെ ആ വലിയ നേട്ടം. ലോകത്ത് 4 രാഷ്ട്രങ്ങൾക്ക് മാത്രം സാധ്യമായിട്ടുള്ള, ഇന്ത്യ കൂടാതെ 3 രാഷ്ട്രങ്ങൾക്ക് മാത്രം സാധ്യമായിട്ടുള്ളൊരു നേട്ടമാണ് ഇന്ത്യക്ക് സ്വന്തമായിരിക്കുന്നത്. അങ്ങനെ ആഘോഷങ്ങളുടെ രാവാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിൻ്റെ ആ പ്രയത്നത്തിൻ്റെ ഒരു ഫലപ്രാപ്തി കൂടിയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. എന്തായാലും ഹർമൻപ്രീത് കൗറും സംഘവുമാണ് ഇന്ത്യക്ക് ആ വലിയ നേട്ടം സ്വന്തമാക്കി തന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 298 റൺസ് എടുത്തപ്പോൾ ദക്ഷിണാഫ്രിക്ക 248 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 87 റൺസ് നേടിയതിന് പിന്നാലെ 2 വിക്കറ്റ് വീഴ്ത്തിയ ഷഫാലി വർമ്മയാണ് കളിയിലെ താരമായത്. 22 വിക്കറ്റും 215 റൺസും നേടിയ ദീപ്തി ശർമ്മയാണ് ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അവിശ്വസനീയമായ നിമിഷങ്ങളായിരുന്നു നവി മുംബൈയിൽ ഇന്നലെ ജെ.വൈ. പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത്. ആ ആഘോഷം ഇന്ത്യ നേരം പുലരുവോളം ആഘോഷിച്ചു. കപിൽ ദേവിനും നമുക്കറിയാം, ധോണിക്കും ഒപ്പം തന്നെ രോഹിത് ശർമ്മയ്ക്കും ശേഷം ഒരു ലോക കിരീടം എന്ന നേട്ടം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് സ്വന്തമാക്കുന്നത് ഈ ഹർമൻപ്രീത് കൗറും ടീമും ആണ്. 83-ൽ കപിൽ ദേവ് ഈ ലോകകപ്പ് കിരീടം നേടുമ്പോൾ അത് ഇന്ത്യയുടെ ക്രിക്കറ്റിന് എത്രമാത്രം ഊർജം പകർന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അതേ കാലയളവിൽ സ്കൂളുകളിലും മറ്റും ആ നേട്ടം സ്കൂളുകളിൽ മറ്റും പഠിച്ചിരുന്ന താരങ്ങളാണ് നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇന്നുള്ളത്. അവർ ആ നേട്ടം ആഘോഷമാക്കി അന്നു മുതൽ ക്രിക്കറ്റിനെ നെഞ്ചേറ്റിയ ഒരു പെൺപടയാണ് നമുക്ക് വീണ്ടും ആ ഒരു വലിയ നേട്ടം രാജ്യത്തിന് സ്വന്തമാക്കി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വനിതാ ക്രിക്കറ്റിൽ നമ്മുടെ കിരീട നേട്ടം ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പിന്നിലുള്ള പതിറ്റാണ്ടുകളുടെ പ്രയത്നത്തിൻ്റെ വലിയ ഒരു ചരിത്രം തന്നെയുണ്ട്. അത് സ്ത്രീകൾ ഈ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അവർ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ പല സംസ്ഥാനങ്ങളിലും വളരെ പിന്നാക്കമായിട്ടുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ എത്തിയിട്ടുള്ള നമ്മളുടെ താരങ്ങൾ, അവർ കടന്നുപോയിട്ടുള്ള വ്യഥകൾ ഒക്കെ വളരെ വലുതാണ്. അതൊക്കെ താണ്ടിക്കൊണ്ടാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇവർ ഇപ്പോൾ ലോക കിരീടം സ്വന്തമാക്കുന്നത്. ടോസ് നഷ്ടപ്പെട്ടത് തിരിച്ചടിയായിരുന്നു. വലിയ ഒരു മാർജിൻ ഉയർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ 2005-ലും 2017-ലും ഒക്കെ ഉണ്ടായിട്ടുള്ള കൈപ്പിടിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഈ ട്രോഫി നഷ്ടപ്പെടുമോ എന്ന കഴിഞ്ഞ 2 തവണ മിഥാലിയുടെ നേതൃത്വത്തിൽ അത്തരത്തിൽ ഫൈനലിൽ നമുക്ക് കപ്പ് നഷ്ടമായിരുന്നു. കപ്പിനും ചുണ്ടിനുമിടയിൽ ആ നേട്ടം നമുക്ക് നഷ്ടമായിരുന്നു. അതിൻ്റെ ആവർത്തനം ഉണ്ടാകുമോ എന്നൊക്കെ സംശയിച്ചിരുന്ന ഇടത്താണ് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒക്കെ ഒരുപോലെ തിളങ്ങി നമ്മുടെ താരങ്ങൾ നമുക്ക് ആ വലിയ നേട്ടം കൊണ്ടുവന്നത്. അത് വലിയ പ്രചോദനമാവുകയാണ്. പ്രധാനമന്ത്രി മുതൽ സച്ചിൻ തെണ്ടുൽക്കറും പഴയ താരങ്ങളും പുതിയ താരങ്ങളും ഒക്കെ നെഞ്ചേറ്റിക്കൊണ്ടാണ് ഈ വളരെ അഭിനന്ദനാർഹമായ ഈ നേട്ടത്തെ പ്രശംസിക്കുന്നത്. ഇവരുടെ ഈ നേട്ടം, അത് ഹർമൻപ്രീത് കൗറും ടീമും നേടിയിട്ടുള്ള ഈ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ നേട്ടം എന്നതിനപ്പുറം തന്നെ ഓരോ സ്ത്രീക്കും അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടം കൂടിയാണ്. ഈ തുല്യത എന്ന അവകാശം പോലും നേടിയെടുക്കാൻ കഴിയാത്ത, വളരെ പുരുഷ മേധാവിത്വമുള്ള ഇടങ്ങളിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ട് വന്നിട്ടുള്ള താരങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി ഈ നേട്ടം രാജ്യത്തിന് വേണ്ടി സ്വന്തമാക്കുന്നത്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ഫീൽഡിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വന്ന താരങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അവർ ആ ഒരുപാട് പരിമിതികൾ, സ്ത്രീ എന്ന പരിമിതികളൊക്കെ മാറ്റിവെച്ച് അവർ അധ്വാനിച്ച് നേടിയെടുത്ത വിജയമാണ് ഇന്ത്യയുടെ അഭിമാനമായി നിൽക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിന് ഇപ്പോഴുള്ള മനുഷ്യർക്ക് മാത്രമല്ല, വരുന്ന തലമുറകൾക്ക് തന്നെ പ്രചോദനമാകുന്ന വലിയൊരു നേട്ടമാണ്. അപ്പോൾ രാജ്യത്തിന് ആ നിലയിലൊക്കെ അഭിമാനിക്കാവുന്ന, പുതിയ തലമുറകൾക്ക് ആ നിലയിലൊക്കെ മുന്നോട്ട് പോകാൻ വലിയ ആവേശവും ആത്മവിശ്വാസവും നൽകുന്ന ഒരു നേട്ടമാണ്. അതിന് വഴിവെച്ച ടീം ഇന്ത്യക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.